നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളെല്ലാം പ്രതികരിക്കണം. ഒരു 90% കൺസ്യൂമേഴ്സും വിചാരിക്കുന്നത് എന്താണ്, ഞാനിപ്പോൾ ഇതിന്റെ പിന്നാലെ പോയിട്ട് എന്താ പറഞ്ഞാൽ 3000 രൂപയല്ലേ 10,000 രൂപയല്ലേ, വക്കീൽ ഫീസ് തന്നെ ഒരുപാടാവും. അങ്ങനെ അത് ഫാക്ടറാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റ്സിനെ കാണുകയാണെങ്കിൽ അയാളുടെ ഫീസ് ഇതിനേക്കാളും വലിയ ഫീസായിരിക്കും. പിന്നെ അയാളുടെ പിന്നാലെ ഇങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജില്ലാ കൺസ്യൂമർ ഫോറം റിഡ്രസ്സിംഗ് സെൽ എന്നൊക്കെ പറയും. കൺസ്യൂമേഴ്സിന്റെ ഗ്രീവൻസ് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ബില്ല് വേണം കേട്ടോ. നിങ്ങൾ വാങ്ങുന്ന സാധനത്തിന്റെ ബില്ല്, ഗ്യാരണ്ടി കാർഡ്, ഇവരുമായിട്ട് നടത്തിയ കൺസ്യൂമറുമായിട്ട് നിങ്ങളുടെ ഷോപ്പ് ഓണറുമായിട്ട് നടത്തിയ, ഡീലറുമായിട്ട് നടത്തിയ ഡിജിറ്റൽ എവിഡൻസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വേണം, കോടതിയിൽ കാണിക്കണം. നിങ്ങൾക്ക് ഹെവി ഡാമേജും കിട്ടും. കൊടുത്ത സാധനം ഒന്നിലത് റീപ്ലേസ് ചെയ്ത് പുതിയ വണ്ടി കിട്ടും, വണ്ടിയാണെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ നന്നാക്കി തരും മാക്സിമം. മനസ്സിലാവും. അപ്പോൾ കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ വണ്ടി റീപ്ലേസ് ചെയ്ത് തരും. ക്ലിയർ? അപ്പോൾ ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ തരുന്ന ലീഗൽ നോളജിന്റെ ഷോർട്ട് വീഡിയോസ് നിങ്ങളുടെ കയ്യിലെത്തും. നന്ദി, നമസ്കാരം.